എല്ലാവർക്കും ഡി യാത്രയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ യാത്ര കാസർഗോഡിൻ്റെ അഭിമാനമായ ബേക്കൽ കോട്ടയിലേക്കാണ്. ഇവിടെ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യമുണ്ട്. EV കാർ ചാർജിംഗ് ഫെസിലിറ്റിയും ഇവിടെ അവൈലബിൾ ആണ്. കേരളത്തിലെ കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ബേക്കൽ കോട്ട കേരളത്തിലെ ഏറ്റവും വലുതും മനോഹരവുമായ കടൽക്കോട്ടകളിൽ ഒന്നാണ്. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. ഇന്ത്യൻ പൗരന്മാർക്ക് 25 രൂപയും വിദേശികൾക്ക് 300 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. ക്ലോക്ക് റൂം സൗകര്യവും അവൈലബിൾ ആണ്. സന്ദർശന സമയം രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. ഈ കാണുന്ന കുഴികൾ എന്തിനു വേണ്ടിയാണെന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ശത്രുക്കൾ കോട്ടയ്ക്കുള്ളിൽ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി ചുറ്റും വെള്ളം നിറച്ചു വയ്ക്കുമായിരുന്നു. ബേക്കൽ കോട്ടയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് വെട്ടുകല്ലിൽ തീർത്ത അതിശക്തമായ ഒരു കമാന രൂപത്തിലുള്ള പ്രവേശന കവാടമാണ്. കോട്ടയുടെ പ്രവേശന കവാടത്തിന് സമീപം തന്നെ ഒരു പുരാതനമായ ആഞ്ജനേയ ക്ഷേത്രമുണ്ട്. പ്രധാന കവാടം കടന്ന് അകത്ത് പ്രവേശിച്ചാലും പെട്ടെന്ന് കോട്ടയുടെ ഉള്ളിലേക്ക് എത്താൻ കഴിയുകയില്ല. മറ്റൊരു സുരക്ഷാ മതിൽ കൂടി കടന്ന് മാത്രമേ പ്രധാന ഭാഗങ്ങളിലേക്ക് പോകാൻ സാധിക്കൂ. ശത്രുക്കൾ ആദ്യ കവാടം തകർത്താൽ പോലും അവരെ അകത്തെ മതിലിനിടയിൽ വെച്ച് വളയാൻ ഈ ഡിസൈൻ സഹായിച്ചിരുന്നു. ടിക്കറ്റ് ഞാൻ സുരക്ഷാ ജീവനക്കാർക്ക് കാണിച്ചതിന് ശേഷം ഞാൻ കോട്ടയുടെ അകത്തേക്ക് പ്രവേശിച്ചു. നമുക്കാദ്യം ഇതിൻ്റെ ചരിത്രത്തിലൂടെ ഒന്ന് നടന്നു വരാം. ബേക്കൽ കോട്ട ആരാണ് നിർമ്മിച്ചതെന്ന കാര്യത്തിൽ ഇന്നും ചരിത്രകാരന്മാർക്കിടയിൽ ചെറിയ തർക്കങ്ങളുണ്ട്. പണ്ട് ഈ പ്രദേശം കോലത്തിരി രാജാക്കന്മാരുടെ കീഴിലായിരുന്നു. പിന്നീട് ഇത് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി. എന്നാൽ 1650കളിൽ ഇക്കേരി വംശത്തിലെ ശിവപ്പ നായക്കാണ് ഈ കോട്ട ഇന്നത്തെ രൂപത്തിൽ നിർമ്മിച്ചതെന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. കോലത്തിരിമാരുടെ പഴയൊരു കോട്ട ഇദ്ദേഹം പുതുക്കിപ്പണിതാണെന്നും പറയപ്പെടുന്നു. കോട്ടയുടെ ചരിത്രം എവിടെയും തീരുന്നില്ല. ഹൈദരലിയും അദ്ദേഹത്തിൻ്റെ മകൻ ടിപ്പു സുൽത്താനും മലബാർ ആക്രമിച്ചപ്പോൾ ബേക്കൽ കോട്ട അവരുടെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രമായി മാറി. ടിപ്പു സുൽത്താൻ്റെ പതനത്തിന് ശേഷം കോട്ടയുടെ ഭരണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൈകളിലെത്തി. ഇങ്ങനെ മാറി മറിഞ്ഞു വന്ന ഓരോ ഭരണാധികാരികളും തങ്ങളുടെ സുരക്ഷയ്ക്കായി ഈ കോട്ടയിൽ വരുത്തിയ മാറ്റങ്ങളാണ് ഇന്നത്തെ ബേക്കൽ കോട്ടയാക്കി മാറ്റിയത്. ടൂറിസത്തിൻ്റെ ഭാഗമായി ലഘുഭക്ഷണശാലകൾ കോട്ടയ്ക്കുള്ളിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഏകദേശം 40 ഏക്കറോളം വരുന്ന ഈ വെട്ടുകല്ല് വിസ്മയം വെറും ഒരു വിനോദസഞ്ചാര കേന്ദ്രമല്ല, മറിച്ച് 300-ലധികം വർഷത്തെ യുദ്ധങ്ങളുടെയും സാമ്രാജ്യത്വ അധിനിവേശങ്ങളുടെയും കഥ ഉറങ്ങുന്ന ഒരു ചരിത്ര ഭൂമിയാണ്. ഇവിടെ ഒരുപാട് മയിലുകളുണ്ട്. ആൺമയിലും ഉണ്ട്, പെൺമയിലും ഉണ്ട്. കോട്ടയുടെ മധ്യഭാഗത്തായി 24 മീറ്റർ ചുറ്റളവിലും 9 മീറ്ററിലധികം ഉയരത്തിലുമുള്ള ഒരു വലിയ നിരീക്ഷണ ഗോപുരമുണ്ട്. ഇതിലേക്ക് കയറാൻ പടികൾക്ക് പകരം ചെരിഞ്ഞ വഴികളാണ് ഒരുക്കിയിരിക്കുന്നത്. യുദ്ധകാലത്ത് പീരങ്കികളും വെടിക്കോപ്പുകളും മുകളിലേക്ക് എളുപ്പത്തിൽ എത്തിക്കാൻ വേണ്ടിയായിരുന്നു ഇത്. ഈ ഗോപുരത്തിന് മുകളിൽ നിന്നാൽ അറബിക്കടലിൻ്റെയും പള്ളിക്കര തുടങ്ങിയ പ്രദേശങ്ങളുടെയും അതിമനോഹരമായ കാഴ്ച കാണാൻ സാധിക്കും. ഇവിടെ നിന്നും നോക്കിയാൽ 360 ഡിഗ്രി വ്യൂവിൽ കോട്ടയ്ക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നല്ലതുപോലെ വീക്ഷിക്കുവാൻ സാധിക്കും.
ഇവിടെ അങ്ങിങ്ങായി വലിയ ജലസംഭരണികൾ കാണാൻ സാധിക്കും. ഈ ജലസംഭരണികളുടെ ഉപയോഗം ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമല്ലോ അല്ലേ? കോട്ടയുടെ ഏത് ഭാഗത്ത് നിന്ന് നോക്കിയാലും അതിമനോഹരമായ കാഴ്ചകളാണ്. ഒരു ജൂൺ ജൂലൈ മാസങ്ങളിലാണ് നിങ്ങളിവിടെ വരുന്നതെങ്കിൽ ഈ പച്ചപ്പ് നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കും. ഇന്ത്യയിലെ മറ്റ് കോട്ടകളെ പോലെ ബേക്കൽ കോട്ടയ്ക്കുള്ളിൽ രാജാക്കന്മാർക്ക് താമസിക്കാനുള്ള കൊട്ടാരങ്ങളോ അന്തപുരങ്ങളോ ഇല്ല. ഇത് പൂർണ്ണമായും ശത്രുക്കളെ തടുക്കാൻ വേണ്ടി മാത്രമുള്ളൊരു പ്രതിരോധ കോട്ട മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ തടവുകാരെ പാർപ്പിക്കുന്ന വലിയ ജയിൽ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. കോട്ടയ്ക്കുള്ളിൽ വെടിക്കോപ്പുകളും പീരങ്കികളും സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു അടച്ചുപൂട്ടിയ കെട്ടിടമുണ്ട്. കേന്ദ്ര പുരാവസ്തു വകുപ്പ് സംരക്ഷിക്കുന്ന ഈ ആയുധപ്പുര കണ്ടിട്ട് പല സഞ്ചാരികളും ഇത് പഴയ ജയിൽ ആണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. വിശ്രമിക്കാനായി ഇതുപോലെയുള്ള ഇരിപ്പിടങ്ങൾ കോട്ടയുടെ പല ഭാഗങ്ങളിലായി സ്ഥാപിച്ചിട്ടുണ്ട്. കോട്ടയ്ക്കുള്ളിൽ ശത്രുക്കളുടെ കണ്ണ് വെട്ടിച്ച് പുറത്തു കടക്കാനും കടലിലേക്ക് എത്താനുമുള്ള രഹസ്യ തുരങ്കങ്ങളുണ്ട്. അവിടെ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നതിനാൽ അത് കാണിക്കാൻ സാധിച്ചില്ല. കോട്ടയുടെ മതിലുകളിൽ പല തട്ടുകളായി ദ്വാരങ്ങൾ കാണാം. ഏറ്റവും മുകളിലത്തെ ദ്വാരത്തിൽ ദൂരെയുള്ള ശത്രുക്കളെ ലക്ഷ്യം വയ്ക്കാനും മധ്യത്തിലുള്ളവ അടുത്തുള്ള ശത്രുക്കളെ തടുക്കാനും ഏറ്റവും താഴെയുള്ളവ തൊട്ടടുത്തെത്തിയ ശത്രുക്കളെ ആക്രമിക്കാനും പാകത്തിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അന്നത്തെ കാലത്തെ എഞ്ചിനീയറിംഗ് മികവാണ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നത്. അറബിക്കടലിൽ നിന്ന് വീശുന്ന തണുത്ത കാറ്റേറ്റ് ഈ കോട്ടമതിലിലൂടെ നടക്കുമ്പോൾ നമ്മൾ ശരിക്കും ചരിത്രത്തിലേക്ക് നടന്നു കയറുന്ന ഒരു അനുഭൂതിയാണ് ഉണ്ടാവുക. നിങ്ങളിൽ എത്ര പേർ ബേക്കൽ കോട്ടയിൽ വന്നിട്ടുണ്ട്? നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണേ. കോട്ടമതിലിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെയുള്ള നിർമ്മിതികൾ കാണാവുന്നതാണ്. കോട്ട പൂർണ്ണമായി നടന്നു കാണാൻ നല്ല വെയിൽ കൊള്ളേണ്ടി വരും. അതുകൊണ്ട് രാവിലെ നേരത്തെയോ അല്ലെങ്കിൽ വൈകുന്നേരം 4 മണിക്ക് ശേഷമോ സന്ദർശിക്കുന്നതാണ് ഏറ്റവും ഉചിതം. കോട്ടയിൽ എല്ലായിടത്തും മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഞങ്ങൾ കോട്ടയുടെ പുറത്ത് കടലിൻ്റെ സൈഡിലേക്ക് ഇറങ്ങുകയാണ്. നിലവിൽ കേന്ദ്ര പുരാവസ്തു വകുപ്പാണ് ഈ കോട്ടയെ മനോഹരമായി സംരക്ഷിച്ചു പോരുന്നത്. കോട്ടയെ വൃത്തിയായി പരിപാലിക്കുന്നതിൽ സഞ്ചാരികൾക്കും വലിയ പങ്കുണ്ട്. കടൽ മാർഗം വരുന്ന ശത്രു കപ്പലുകളെ
വളരെ ദൂരത്തു നിന്ന് തന്നെ നിരീക്ഷിക്കാനും അവയ്ക്ക് നേരെ പീരങ്കികൾ ഉപയോഗിച്ച് ആക്രമണം നടത്താനും വേണ്ടിയാണ് കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഈ ഭാഗം ഉപയോഗിച്ചിരുന്നത്. ഈ പടവുകളാണ് പണ്ട് കടൽ ഭാഗത്തേക്ക് വരുവാനായി ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ പാതകൾ ടൂറിസത്തിൻ്റെ ഭാഗമായി ഇവിടെ വന്നു. ഇവിടെയും മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും കോട്ടയുടെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിലും കടലിൻ്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിലും അതിമനോഹരമായ കാഴ്ചയാണ്. ശക്തമായ തിരമാലകളെയും ഉപ്പുകാറ്റിനെയും നൂറ്റാണ്ടുകളായി പ്രതിരോധിച്ച് നിൽക്കാൻ തക്കവണ്ണം കട്ടിയുള്ള വെട്ടുകല്ലുകളും പ്രത്യേകതരം കൂട്ടുകളും ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. സഞ്ചാരികൾക്ക് നിർദ്ദേശങ്ങൾ നൽകാനായി ഒരു ഗാർഡ് എപ്പോഴും ഈ ഭാഗത്തുണ്ടാകും. സഞ്ചാരികളെ ആകർഷിക്കാനായി ഈ ഭാഗത്ത് ഒരുപാട് മാറ്റങ്ങൾ ടൂറിസത്തിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട്. മണിരത്നത്തിൻ്റെ പ്രശസ്തമായ ബോംബെ എന്ന സിനിമയിലെ ഉയിരേ എന്ന ഗാനം ചിത്രീകരിച്ചത് പ്രധാനമായും ഈ മതിലിന് മുകളിലും ഇതിൻ്റെ പശ്ചാത്തലത്തിലുമാണ്. അതുകൊണ്ട് തന്നെ സിനിമാ പ്രേമികൾക്ക് ഇതൊരു നൊസ്റ്റാൾജിക് ലൊക്കേഷനാണ്. ശത്രുക്കൾ കോട്ട വളയുന്ന സമയത്ത് ഉള്ളിലുള്ള സൈനികർക്ക് മാസങ്ങളോളം പുറത്തു കടക്കാൻ കഴിയുകയില്ല. അത്തരം അടിയന്തര ഘട്ടങ്ങളിൽ കോട്ടയ്ക്കുള്ളിൽ തമ്പടിച്ചിരിക്കുന്ന നൂറുകണക്കിന് സൈനികർക്കും അവരുടെ കുതിരകൾക്കും മറ്റ് മൃഗങ്ങൾക്കും കുടിക്കാനും മറ്റാവശ്യങ്ങൾക്കുള്ള ശുദ്ധജലം തടസ്സമില്ലാതെ ലഭിക്കാൻ വേണ്ടിയാണ് ഈ വലിയ ജലസംഭരണികൾ ഉപയോഗിച്ചിരുന്നത്. ദൂരെ നിന്ന് വരുന്നവർക്ക് ഒന്നുകിൽ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാവുന്നതാണ്. അവിടെ നിന്നും ഏകദേശം 12 കിലോമീറ്റർ ദൂരമാണ് ബേക്കൽ കോട്ടയിലേക്ക്. പാസഞ്ചർ ട്രെയിനിൽ വരുവാണെങ്കിൽ ബേക്കൽ ഫോർട്ടിൻ്റെ സ്റ്റേഷനിൽ തന്നെ ഇറങ്ങാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള യാത്രാ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത മനോഹരമായ ലൊക്കേഷനുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.